തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വേങ്ങര സ്വദേശിയായ നൃത്താധ്യാപിക ചെറുതുരുത്തിയിൽ കൊല്ലപ്പെട്ട നിലയിൽ. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് സമീപം സ്വകാര്യ റെസിഡൻസിയിൽ നൃത്താധ്യാപികയെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. മലപ്പുറം ചേറൂർ കണ്ണമംഗലം തോട്ടുങ്ങൽ തേനക്കാട്ടിൽ സോപാനം വീട്ടിൽ നാരായണന്റെ ഭാര്യ 56-കാരിയായ ധനലക്ഷ്മിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം ചേനംകുളങ്ങാട്ടിൽ വീട്ടിൽ 41-കാരനായ ബിബീഷാണ് പ്രതി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ ചെറുതുരുത്തിയിൽ എത്തിയ ഇവർ ലോഡ്ജിൽ റൂം എടുക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിരുന്നു. ബുധനാഴ്ച ഉച്ചയോടെ മലപ്പുറം തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിൽ എത്തിയ ബീഷ് കൊലപാതക വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് തേഞ്ഞിപ്പലം പോലീസ് ചെറുതുരുത്തി പോലീസുമായി ബന്ധപ്പെടുകയും സ്വകാര്യ റെസിഡൻസിയിലെ 102-ാം റൂം പരിശോധിക്കുകയുമായിരുന്നു. പരിശോധനയിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ രീതിയിൽ കിടക്കുന്ന ധനലക്ഷ്മിയെ കാണപ്പെട്ടു. വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചതിൽ പ്രകോപിതനായാണ് ധനലക്ഷ്മിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. 7 വർഷത്തോളമായി ധനലക്ഷ്മിയും വിബീഷും സൗഹൃദത്തിലായിരുന്നു. കുന്നംകുളം ACP N മുരളീധരൻ സംഭവസ്ഥലം സന്ദർശിച്ചു. തൃശൂർ ഡോഗ് സ്ക്വാഡിലെ ഡോഗ് ജിപ്സി ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടുകളായ ജിനി, ഗീതു ജോസഫ്, ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ, SI ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം വൈകിട്ട് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മക്കൾ ഹിരൺ, അനാമിക എന്നിവരാണ്. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെന്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.